Hello friends, D.S. Ray, directed by Rahul Sadashivan, starring Pranav Mohanlal. രാഹുൽ സദാശിവന്റെ ഫിലിമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ 4 movies including this D.S. Ray, and first one is his debut movie is Red Rain. അത് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്ത പടമായിരുന്നു ഭൂതകാലം, ആൻഡ് ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ടുള്ള പടമായിരുന്നു ബ്രഹ്മയുഗം, ആൻഡ് ഹിസ് ഫോർത്ത് ഫിലിം ഈസ് D.S. Ray. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഒരുപാട് പേര് എന്തായാലും ഈ പടം തിയേറ്ററിൽ കണ്ടു, റിവ്യൂ ചെയ്തു, ഒരുപാട് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഐ എം ഷെയറിങ് മൈ എക്സ്പീരിയൻസ് ദാറ്റ് എന്താ പറയുക, ലാസ്റ്റ് ഇന്നലെ ആയിരുന്നു ഒരു പ്രീമിയർ ഷോ, സ്പെഷ്യൽ പ്രീമിയർ ഷോ. നമുക്ക് ഒഫീഷ്യലി അവരുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റിന് തലേ ദിവസം അവരൊരു സ്പെഷ്യൽ പ്രീമിയർ ഷോ ലിമിറ്റഡ് തിയേറ്റേഴ്സിൽ മാത്രം അവർ റൺ ചെയ്യുകയുണ്ടായി. സോ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിൽ തന്നെ എനിക്ക് ഫാമിലിക്കും ടിക്കറ്റ് കിട്ടി. ആൻഡ് ഓഫ് കോഴ്സ് വാട്ട് ഹീ ഈസ് ആക്ച്വലി, എന്താണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ, അദ്ദേഹം ഒരു വൺ ഓഫ് ദ ബ്രാൻഡ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പടം ഇറങ്ങുന്നതിന് മുന്നേ, ബ്രഹ്മയുഗം കാണുന്നതിന് മുന്നേയും ഭൂതകാലം കാണുന്നതിന് മുന്നേ റെഡ് റെയിൻ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്, അധികം ചർച്ചയായത് പിന്നീടൊക്കെ ആയിരുന്നു. ആൻഡ് ഭൂതകാലം അതായിരുന്നു പിന്നീട് രാഹുൽ സദാശിവൻ എന്ന ആളുടെ സിഗ്നേച്ചർ പതിപ്പിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാം. ഞാൻ മലയാളത്തിൽ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഭൂതകാലം. ഞാനത് തിയേറ്ററിലൊന്നും കണ്ടതല്ല, എനിക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ഞാനതൊരു ലാപ്ടോപ്പിലാണ് ഞാനത് കണ്ടത്. ആൻഡ് അതുപോലൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ആൻഡ് ബ്രഹ്മയുഗത്തിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയ താരത്തിനെ വെച്ചൊരു എക്സ്പെരിമെന്റൽ നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റൽ മൂവി ചെയ്തതും അത് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായതും ഇതേ ഡയറക്ടറുടെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അപ്പോൾ D.S. Ray എന്ന് പറയുന്ന ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ പ്രണവ് മോഹൻലാൽ എന്ന ഒരു സ്റ്റാറിന്റെ ആ ഒരു ഇതിൽ വരുമ്പോൾ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഹൈ ആണ്. നമ്മളെ പോലുള്ള സിനി ഫൈൽസിന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അത് കാണാൻ ആ ഒരു പടം കാണാൻ പറ്റി, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നതിലുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ആൻഡ് നല്ലൊരു ഓഡിയൻസിന്റെ കൂടെയാണ് ഞാനിരുന്ന് ആ സിനിമ കണ്ടത്. എൻ്റെ വീട്ടിലെ നിയറസ്റ്റ് തിയേറ്ററിൽ, വൺ ഓഫ് ദ നല്ലൊരു തിയേറ്ററിൽ, ഗുഡ് ഓഡിയൻസിന്റെ കൂടെയാണ് എനിക്ക് ഈ പടം കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. സോ ഒരു തരത്തിലൊരു ഇറിറ്റേറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ നന്നായിട്ട് എനിക്ക് ആ മൂവി വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് നല്ല കിടിലം സീൻസ് ഈ സിനിമയിലുണ്ട്. നമുക്ക് ഒരു തരത്തിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നല്ല സീൻസ്, നല്ല വിഷ്വൽസ്, നല്ല ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസസ് ഈ മൂവീസ് ഉണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ടൈറ്റിൽ റിവീൽ ചെയ്യുന്ന ആ ഒരു പോർഷനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ആ ഒരു മ്യൂസിക്കും ആ ഒരു ടൈറ്റിൽ റിവീൽ ചെയ്യുന്ന ആ ഒരു പോർഷൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മളെ പോലുള്ള ഒരു സിനിമ ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഇതുപോലുള്ള കുറച്ച് സിനിമകൾ, അത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, നമുക്ക് ഇതുപോലുള്ളതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റി അല്ലെങ്കിൽ ചിന്താഗതികൾ വരുന്നതൊക്കെ ഇതുപോലുള്ള പ്രോജക്റ്റുകളൊക്കെ നമുക്ക് കാണുമ്പോഴാണ്. അതുപോലെ സിനിമയിലുള്ള മറ്റ് കഥാപാത്രങ്ങൾ, ഒരു സഹനടനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജിബിൻ ഗോപിനാഥ് എന്നാണ്. അദ്ദേഹത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും പുള്ളി ത്രൂ ഔട്ടുള്ള ഒരു മൂവി എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. പുള്ളിയെ കാണുമ്പോൾ തന്നെ എന്താ പറയാ, ആ ഒരു ഭീതി, ആ ഒരു ഭയം നമുക്ക് കാണാൻ പറ്റും. കാരണം പുള്ളിയുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഭയമുണ്ട്, ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ വി ആർ ടോട്ടലി വേറെ ലോകത്തേക്ക് പോകുന്ന അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള, അത്തരത്തിലുള്ള കാലിബറുള്ള ഇതുപോലുള്ള ഒരു സഹനടൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നടൻ, എന്താ പറയാ, ഇതുപോലുള്ള ആക്ടേഴ്സ് ആണ് മുമ്പോട്ട് വന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണിക്കുകയും അതിലൂടെ ത്രില്ലിങ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഈ ഒരു മൂവി, ഓഫ് കോഴ്സ് മ്യൂസിക് ആൻഡ് DOP എല്ലാ തരത്തിലും വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയ ഒരു മൂവിയാണ് D.S. Ray. സോ ഒരിക്കലും മിസ്സാക്കരുത്, തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ആണ്. സോ നിങ്ങളുടെ നിയറസ്റ്റ് തിയേറ്ററിൽ പോയി ഗോ ആൻഡ് വാച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.